ഇന്ന് മെയ് 3 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് മാർച്ച് മാസം തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ റോബിൻ ഹുഡ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നിതിൻ, ശ്രീ, ലീല, ഷൈൻഡോം ചാക്കോ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ ഡയറക്റ്റ് ടെലിവിഷൻ പ്രീമിയർ അന്നേ ദിവസം തന്നെ OTT റിലീസ് എന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഈ തെലുഗു സിനിമ വരുന്ന ആഴ്ച മെയ് 10 C5-ലും ഒപ്പം തന്നെ സി തെലുഗു TV ചാനലിലും സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. മലയാളത്തിൽ സിനിമ ലഭ്യമാകുമോ എന്നറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഓം ബീം ബുഷ് എന്ന സിനിമ മറ്റൊരു തെലുഗു സിനിമയാണ്. ചിത്രം ഇപ്പോൾ തമിഴ്, മലയാളം, തെലുഗു ഭാഷകളിൽ സിംപ്ലി സൗത്തിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. പറന്ന് 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 ചെല്ലാൻ എന്നൊരു സിനിമ മലയാളത്തിൽ നിന്ന് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിലൂടെ വരാനിരിക്കുന്നു എന്ന് നേരത്തെ പ്രേക്ഷകർ അറിയിച്ച സിനിമയുടെ OTT പ്രഖ്യാപനം മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അത് പ്രകാരം മെയ് 16 സിനിമ OTT റിലീസ് ആകും. വിശേഷം കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി OTT റിലീസായ മലയാളം സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമ സൈനാപ്ലൈ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. സോണി ലിവിലൂടെ ഒരു ഹിന്ദി സീരീസ് OTT റിലീസ് ആയിരിക്കുന്നു. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ എന്നാണ് സീരീസിന്റെ പേര്. കഴിഞ്ഞ ദിവസം OTT റിലീസായ സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാണ്. ആഴ്ചകൾക്ക് മുന്നേ OTT റിലീസായ ഒരു തമിഴ് സിനിമയാണ് ജെന്റിൽ വുമൺ. ചിത്രം നേരത്തെ ആമസോൺ പ്രൈമിലൂടെയായിരുന്നു തമിഴ് ഭാഷയിൽ റിലീസായത്. ഇപ്പോഴത്തെ സിനിമയുടെ മലയാളം, തെലുഗു ഡബ് വെർഷൻ കൂടി പ്രൈമിൽ ലഭ്യമാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ OTT റിലീസ് അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ ഒരു മാസത്തിനുള്ളിൽ നടക്കുകയാണ്. അജിത്തിന്റെ ഫാൻ ബോയ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വലിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും വലിയ കളക്ഷൻ നേടിയെടുത്തോന്ന് ഇനിയും സംശയമുള്ള സിനിമയുടെ OTT പ്രഖ്യാപനമാണ് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് പ്രകാരം മെയ് 8 അജിത് സിനിമ ഗുഡ് ബാഡ് അഗ്ലി നെറ്റ്ഫ്ലിക്സിൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസാകുന്നതാണ്. അവസാനത്തേത് മമ്മൂട്ടി ചേട്ടന്റെ അവസാനം തിയേറ്ററുകളിലേക്ക് എത്തി വൻ ഡിസാസ്റ്ററായി മാറിയ ബസൂക്ക അപ്ഡേറ്റ് ആണ്. സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമായി അധികം പേർ കണ്ടിട്ടില്ല എങ്കിൽ പോലും OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സിനിമയുടെ അവസാനമായിട്ട് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം C5 സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നൊരു റൂമർ ലഭ്യമായിട്ടുണ്ട്. ആ റൂമർ ശരിയാണെങ്കിൽ ദാവീദിന് ശേഷം C5-ലൂടെ വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയായിട്ട് ബസൂക്ക മാറും. ഈ മെയ് മാസം തന്നെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു.